ഓക്കെ ഓക്കെ റോളിങ് റോളിങ് ഓണല്ലേ ഓണാണല്ലോ അല്ലേ എന്റെ മുടിയൊന്നും സീനില്ലല്ലോ ചിക്കല്ലേ എന്റെ പൊടിയോ നല്ല രസമുണ്ട്. എവിടുത്തെ മുടിയാ എങ്ങും ഇല്ലല്ലോ. എൻ്റെ അടുത്ത് ഒരാള് ഇൻഫോം ചെയ്തായിരുന്നു, അതായത് ഇത് വീട്ടുകാരൊക്കെ കാണുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ മാന്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഒരു പ്രയത്നം. അതെ എന്നാ മിണ്ടായിരിക്കും അതെ മിണ്ടാന്നാ മതിയത്. അയ്യോ പിന്നെ മഴയായിരുന്നല്ലോ. മഴയെ പറ്റി ദൈവത്തെ മഴ മഴ എല്ലാ വീഡിയോക്കകത്തും മഴയാ. എന്നെ മഴയല്ലേ നല്ല ഇതാണ്. ഇത് കൊറേ ആയി. അയ്യോ ഞാൻ പിന്നെ മഴ ആണ്ട് പിന്നെ മഴയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മോശമല്ല. അതെ ഈ കാണുന്ന 24 പേരെന്ത് വിചാരിക്കും? ഞാൻ അതല്ല ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമോ? പിന്നെ നിന്നെ മാത്രം സൗണ്ട് ഇത് ആരിലും പിടിച്ചെടുത്തു. പൊട്ടനാണ്. ഞാൻ ഒരു നല്ല ഒരു ഹാപ്പി ടോപ്പിക് മരണത്തിനെ പറ്റി സംസാരിക്കും. മരണം മരിച്ചു കഴിഞ്ഞാൽ എന്നാ പറ്റുമോന്നാ നിങ്ങൾ എല്ലാ എന്തുവാ നീ വിചാരിക്കുന്നത്? പണ്ട് മരിച്ചു കഴിഞ്ഞാൽ കൊച്ചുനാളിൽ പറയുന്ന മറ്റേ പ്രേതമായിട്ട് വരുമെന്നായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്തുവാ ഇതിങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ഓരോ സ്റ്റേജാ അത്, ഓരോ സമയത്ത് ഓരോ ചിന്താഗതിയാ. അതെ ഇപ്പം മറ്റേ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ഇതുവരെ അല്ല സ്വർഗത്തിൽ പോ അങ്ങനെയൊന്നും വിശ്വസിക്കും. അങ്ങനെ കേറ്റത്തില്ല. സ്വർഗത്തിൽ മറ്റേ ഏണിയാന്ന് പറഞ്ഞു, ഇവനത് കേറാൻ പാടി. എനിക്ക് പോവാണ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? അല്ലെ മറ്റേ ഇതുണ്ടല്ലോ ഇത് എസ്കലേറ്റർ. നരകമാണ് മറ്റേ ഊർന്നു പോയാ മതി. ഞാൻ വല്ല പാതാളത്തിലോട്ടല്ലോ എനിക്കതാ ഇഷ്ടം. നരകമോ അതാകുമ്പോ നിന്നാ ഇതാണെന്ന് നോക്കോളൂ. പണിയെടുക്കണ്ടല്ലോ. പാതാളത്തിൽ പോയാൽ ചങ്ങലക്കിട്ട് പണിയെടുപ്പിക്കുമെന്ന് പറയുന്നത്. ഞാനും കേട്ടിട്ടുണ്ട്. മറ്റേ അവിടെ കുറെ സ്പൈഡർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? കേട്ടിട്ടുണ്ടോ? ആരാ പറഞ്ഞു? പോയവരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ കേട്ടത് എനിക്ക് ഓർമ്മയില്ല. എന്താ ഉണ്ട്, കാരണം സ്പൈഡർ മറ്റേ സേറ്റന്റെ. അപ്പൊ പാമ്പ് ശിവന്റെ അല്ലേ? പാമ്പ് ഇത് ബൈബിളിനകത്ത് മറ്റേ ഇതാ സൈറ്റന്റെ ആള്. അതെ സ്പൈഡറും ആണ്. അതിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്വർഗത്തിൽ നിന്റെ മനസ്സിൽ സ്വർഗം എന്ന് കേൾക്കുമ്പോ എന്തുവാ തോന്നുന്നത്? അവിടെ എന്തൊക്കെയാ നടക്കുന്നത്? സ്വർഗം എന്ന് പറയുമ്പോ മറ്റേ ഏതാ നല്ല നടുക്കൊരു കുളം, നല്ലൊരു ലേക്ക്. കുളവും ലേക്ക് അല്ല കുളമല്ല ഞാൻ ഉദ്ദേശിച്ച ലേക്ക്. നല്ലൊരു കടല്, മീനിന്റെ സ്വർഗം. നല്ലൊരു ലേക്കിന്റെ സൈഡിൽ മറ്റേ നമ്മുടെ കൊട്ടാരത്തിൽ തോഴിമാര്. ആരെവിടെ മറ്റേ ചക്കകളോ? അല്ലല്ല, നമ്മുടെ ഹോസ്റ്റ് സെർവന്റ് തോഴികളും തോഴന്മാരും. പിന്നെ മറ്റേ ദർബാറിൽ ഡാൻസ് കളിക്കുന്നത് ഒരു ഐറ്റം ഡാൻസ്. നമുക്ക് വേണ്ടി ആരെങ്കിലും ഡ്രിങ്ക്സ് എടുത്തു തരുന്നു, നമ്മളവിടെ ഇങ്ങനെ കിടന്ന് പുഴയ്ക്ക് വരാം. ഇത് നരകത്തിലാന്ന് തോന്നി ഇങ്ങനെ വലിയ ഡാൻസ് കള്ളുമൊക്കെ. പുഴയ്ക്ക് വെള്ളത്തിന് പകരം മറ്റേ കള്ളൊഴുകുന്ന പുഴ. തേനും പാലല്ല, കള്ളൊഴുകുന്ന പുഴ. വീഞ്ഞ്. നിങ്ങളുടെ സ്വർഗത്തിൽ വീഞ്ഞല്ലേ? വീഞ്ഞിന്റെ പുഴ. തേനും പാലും ഞാൻ കേട്ടിട്ടുള്ളൂ. ഹണി ആൻഡ് മിൽക്ക്. അത് പിന്നെ അവരെന്ത് ചെയ്യും? കോൺഫ്ലെക്സ് വൈന വെള്ളം മതി. വൈൻ്റെ മറ്റേ എന്താ യേശുവിന്റെ ഇവരുടെ യേശു മറ്റേ വെള്ളം ആളാ. വെള്ളത്തിനെ വീഞ്ഞാക്കുന്ന പുള്ളിക്ക് മറ്റേ പരിപാടിയൊക്കെ കാര്യം പെട്ടെ. ഈ ചത്തോണ്ട് എന്തിനാ എത്ര നമ്മൾ കിടന്ന് ആലോചിക്കുന്നത്? അല്ല എന്നാലും നമ്മൾ ചത്ത് കഴിയുമ്പോ. അല്ല ഞാൻ ചോദിച്ചത് സ്വർഗം എന്ന് പറയുമ്പോ സ്വർഗത്തിൽ നമുക്ക് എല്ലാ സുഖങ്ങളും ഉള്ള സ്ഥലമല്ലേ? അവിടെ എന്തൊക്കെ ആയിരിക്കും നിന്റെ സുഖങ്ങൾ?
നിന്നോട് ചോദിക്കാം സ്വർഗത്തിൽ നിനക്ക് എന്തൊക്കെ സുഖങ്ങൾ? എനിക്ക് വെറുതെ എനിക്കൊന്ന് വെറുതെ അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഭയങ്കര പ്ലഷർ ഓറിയന്റഡ് ആയിരിക്കും. മനസ്സിലായോ? 18+ ആയില്ലയോ? അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ അവിടെ കാരണം നമ്മളെ ജീവിതകാലം മൊത്തം ഒരേ നന്മകളൊക്കെ ചെയ്ത് എല്ലാരും പറയുന്നത് നമ്മള് ഭൂമിയിൽ നല്ലപോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ എത്തുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നിയ പോലെ ജീവിക്കാം. ഭയങ്കര സുഖമായിരിക്കും. അവിടെ എന്നാ പിന്നെ ഇവിടെ നല്ലപോലെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അവിടെ പോയി സുഖമായിട്ട് ഇരിക്കുന്നത്? ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് പണ്ടൻ. പക്ഷെ നമ്മള് അല്ല എന്തൊക്കെയായിരിക്കും ആ സുഖങ്ങൾ? ഒരു നിന്റെ സുഖം മനസ്സിലായി, അതല്ലാതെ വേറെ എന്തൊക്കെ സുഖങ്ങളായിരിക്കും നിനക്ക് വേണ്ടത്? ഇഷ്ടമുള്ള ഫുഡ്. അയ്യോ അതിപ്പോ എന്ത് കഴിക്കാത്ത ഇഷ്ടമില്ലാത്ത ഫുഡാണല്ലോ കഴിക്കുന്നത്. അല്ല ഇപ്പൊ ഇഷ്ടമുള്ള ഫുഡ് അനാവശ്യത്തിനാണ് കഴിക്കുന്നത്. അതായത് ഇങ്ങനെ പറഞ്ഞാ നീ മനസ്സിലാലോചിക്കുന്ന ഫുഡ് പറഞ്ഞു. ഫുഡ് ഒരു ചിക്കൻ ബർഗർ അപ്പൊ തന്നെ ബർഗർ പിസ്സ അപ്പൊ തന്നെ ഇടണം ആ സ്പോട്ടിൽ തന്നെ. ഇങ്ങനെ ആക്കുമ്പോ അപ്പൊ തന്നെ. പക്ഷെ സ്വർഗത്തിൽ ഫുഡ് കഴിച്ചാൽ വയറ് നിറയൂ. അത് സ്വർഗത്തിൽ ഫുഡ് കഴിച്ചാൽ വയറ് നിറയൂ. കാരണം വയറാണ് തിന്നാൻ പറ്റത്തില്ലല്ലോ. നീ മൈക്ക് എവിടെ വെച്ചേക്കുന്നത്? ഇങ്ങോട്ട് അറിയോന്ന് ചോദിച്ചാ മഴ പെയ്യാനൊരു കവർ വെച്ചത്. അതായത് നിനക്ക് നമ്മുടെ സ്വർഗ്ഗത്തിൽ പോയാൽ നമുക്ക് എല്ലാം പറ്റുമല്ലോ. അപ്പൊ അതിന്റെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര രുചിയുള്ള ഭക്ഷണം തിന്നണമെന്നില്ല. പക്ഷെ വയറ് നിറയോ ഇല്ല, അതെനിക്കറിയണ്ട. സ്വർഗത്തിൽ പോയാൽ പോകാൻ പറ്റുമോ? അതുണ്ടെങ്കിൽ എന്തായാലും വയറ് ഫുൾ ആവും. അല്ല ഞാൻ ഒരു സ്വർഗത്തിൽ എന്നാ ബാത്റൂമിൽ പോകാൻ പറ്റുന്നത്? എന്തിനാ നമ്മള് ബാത്റൂമിൽ പോകുന്നത്? സ്വർഗത്തിൽ പോകും. അതൊരു മരിച്ചു കഴിഞ്ഞാൽ ആത്മാവല്ലേ? എടാ അപ്പൊ പിന്നെ നീ ചോദിച്ച ക്വസ്റ്റ്യൻ എന്റെ റെലവൻസ് ഇല്ലല്ലോ. ഫുഡ് ഇവന് മറ്റേ സമാധാന സന്തോഷം കിട്ടുന്നത് എപ്പോഴാ? കൊച്ചി പോകുമ്പോ. എനിക്ക് വേണ്ടി ഒരെണ്ണം പണിയാവോ? അല്ല ഇത് ഇപ്പൊ സ്വർഗത്തിൽ പോയ ഇഷ്ടമുള്ള ഫുഡ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിച്ച് വയറാണ് തിന്നാൻ പറ്റത്തില്ലല്ലോ. നമ്മള് മറ്റേ സോളായോ നമ്മള് സ്വർഗത്തിൽ പോയാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോ എല്ലാം നല്ല തിന്നണം. പക്ഷെ നമ്മളല്ലാതെ തിന്നുവാണെങ്കിൽ നമുക്ക് വയറ് നിറഞ്ഞാലല്ലേ അതിന്റെ ആ ഒരു ഫീലിംഗ് കിട്ടും. ആ ഫീലിംഗും കിട്ടത്തുള്ളൂ. പക്ഷെ വയറ് നിറഞ്ഞാൽ ഇനി തിന്നാനും പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിൽ പോയി അപ്പൊ കഴിക്കും തോറും വയറ് നിറയൂ. ഞാൻ പോയിട്ട് പറയാം. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഇതൊരു മൈൻഡ് അങ്ങ് ഫ്ലിപ്പായത് പോലെ. വയറ് നിറയാതെ നമ്മളൊക്കെ എങ്ങനെ ടേസ്റ്റ് അറിയും? അത് മനസ്സിലായി. എനിക്കറിയില്ല സത്യം പറഞ്ഞ. സിദ്ധാർത്ഥ പെട്ട് എന്താ വേറൊരു ഇഷ്ടപ്പെടും. നിനക്ക് ഇപ്പൊ സ്വർഗത്തിൽ പോയി ഇത് വേണം, അത് മനസ്സിലായി. അതൊക്കെ അതല്ല വേറെ നമ്മുടെ ജീവിതത്തിൽ എന്താ വേറെ സന്തോഷിക്കുന്നത് എന്താ? നിനക്കപ്പോ സത്യം പറഞ്ഞ ഇപ്പൊ ഒരാളെന്ന് പറയാം നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും പറയും. നിനക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി തരാം. എന്നാ വേണ്ടത്? അത് അവിടെ പോയിട്ട് എന്നാ ചെയ്യും നമ്മള്? ഫുഡ് കിട്ടാ, പെണ്ണ്, വേറെ എന്താ? അതല്ല പറയുന്നേ. നിനക്കിപ്പൊ എന്തേലും വേണോന്ന് എന്തേലും ചോദിച്ച എന്തുവാ പറയുന്നത്? എന്തിനേക്കും ഒരു ആഗ്രഹമില്ല വേണ്ടതൊന്നും. ഫുഡ് ഇപ്പൊ അപ്പുറത്തുള്ളവൻ ഭയങ്കര ഹെവി സാധനങ്ങൾ പറയുമായിരിക്കും. പക്ഷെ അവിടെ പോയിട്ട് ഇപ്പൊ എനിക്ക് ഒരു ലംബോർഗിനി വേണം. എന്താ എനിക്ക് സ്വർഗത്തിൽ റോഡുണ്ട്. അതാ ലംബോർഗിനി. എന്തിനാ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ ചിലപ്പോ സ്വർഗത്തിൽ റോഡ് ഉണ്ടെങ്കിലോ? അപ്പൊ സ്വർഗവും ഇതുമായിട്ട് എന്തോ വ്യത്യാസം? ഇവിടെ കാശ് വേണം, അവിടെ കാശ് വേണ്ട. ചിലപ്പോ നമ്മൾ ഈ ലോകത്തിൽ അപ്പൊ എല്ലാവരുടെ കയ്യിലും ലംബോർഗിനി ആയിരിക്കും. അപ്പൊ എല്ലാവരുടെ കയ്യിൽ ലംബോർഗിനി ആയി എന്തോ എനിക്ക് ദൈവമാവണം. എനിക്ക് ദൈവമാവുന്നത് ദൈവമാവണമെങ്കിൽ വലിയ ഇതൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് നിനക്ക് മറ്റേ സിദ്ധി കിട്ടിയെന്നും പറഞ്ഞ ഒരു 10 പേരെ സംഘടിപ്പിച്ച് ഒരു ആശ്രമം തുടങ്ങിയാൽ മതി. പിന്നെ പച്ച പിടിക്കാം. ശരിയാ, പൊട്ടന്മാരാ ഇപ്പം. ഇതൊക്കെ എന്തുവാ പറയുന്നത്? നിനക്ക് സ്വർഗത്തിൽ നരകത്തിൽ പോയാൽ നരകത്തിൽ പോയാൽ നിനക്ക് ഡെയിലി പണിയെടുക്കണം. നിന്റെ ഇതെന്തോ അത് സ്വർഗത്തിലെ അതെ നിനക്കെന്താ ഇത്? സ്വർഗത്തിൽ ഡെയിലി പാർട്ടി. രാവിലെ എണ്ണീക, നോ ഹാങ് ഓവർ. സ്വർഗത്തിൽ ഹാങ് ഓവർ ഇല്ല. എത്ര വിളിച്ചാൽ നമുക്ക് ഹാങ് ഓവർ? സ്വർഗത്തിൽ ഹാങ് ഓവർ ഉണ്ടാവരുത്. ഹാങ് ഓവർ വരത്തില്ല. നമ്മള് അടുത്ത ദിവസം ഫ്രഷാ. പിന്നെ ക്ഷീണം പാടില്ല, ഉറക്കം പാടില്ല, ഉറക്കം വരല്. നമുക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോ ഉറങ്ങാം, അല്ലാതെ ഇങ്ങനെ ക്ഷീണം വന്ന് ഉറങ്ങാം. ക്ഷീണമില്ല. ഇപ്പൊ നമ്മളൊരു നല്ല 2 പ്ലേറ്റ് ബിരിയാണി ഞങ്ങൾക്ക് ക്ഷീണമൊക്കെ വരുന്നില്ല, അതില്ല. ഫുൾ ടൈം 100 കൊക്കെയിൻ സീനായിരിക്കും പാർട്ടി.
അത് പക്ഷെ നല്ലൊരു ബ്ലാസ്റ്റ് പ്ലാൻ ആണ് കേട്ടോ. ശരിയാ കേട്ടോ. പിന്നെ ഞാൻ പറയും എത്ര നിന്നാലും തടി വെക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴാ നല്ലൊരു സെക്സി ബോഡി ആയി. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ബോഡിയുടെ ആവശ്യം? അല്ല, ഇതും കൂടെ കിട്ടുവാണെങ്കിൽ നിനക്ക് ഇങ്ങനൊന്നും ചെയ്താ പോരെ, കൂടുതലൊന്നും ചെയ്യണ്ടല്ലോ. ഈ സ്വർഗത്തിൽ ജിമ്മിലൊന്നും പോകണ്ടല്ലോ, ഇങ്ങനൊന്നും ചെയ്താൽ പോരെ, ബോഡി വരത്തില്ല. മറ്റേ പോയി കുറെ പൊക്കണ്ട്. ഞാൻ എത്ര നാളും തടി 0.5% ബോഡി ഫാറ്റ്. അതൊക്കെ ചത്തു. സ്വർഗത്തെ ചത്തി സ്വർഗത്തിൽ പോയി ചത്തു. ഇവിടെ സർക്കസ് ഇവിടെ ഫുൾ ടൈം ഇതാണ് മറ്റേ ഡിങ്കിച്ചിക്ക ഇത് മറ്റേ ഇവിടെ നമ്മുടെ പ്രാർത്ഥനയാണ്. ഇവിടെ സ്വർഗത്തിലെത്തി, ഇവിടെ DJ പാർട്ടി തുടങ്ങി. കേട്ടു, ദൈവം കേട്ടോ. നമ്മള് ഇവിടെ ഇതുപോലെ തലവല്ലോ വീണോ നമ്മള് താഴോട്ട്. അപ്പൊ നമ്മൾ ആത്മാവായ നമുക്ക് അറിയാൻ പറ്റുമോ നമ്മൾ മരിച്ചെന്ന്? നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. നമ്മളില്ലേ പിന്നെ മനസ്സിലാവുമല്ലോ. ഞാൻ പറയട്ടെ, നീ ഇപ്പോ മരിക്കുമ്പോ വീട്ടിൽ ഒരു ചടങ്ങാണല്ലോ, അപ്പം നിനക്ക് ആത്മാവായി വന്നത് കാണാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നുണ്ട്? നമ്മളൊരു സോളായി വന്ന് നമുക്ക് ആരൊക്കെ കരയുന്നുണ്ടെന്ന് പറയുന്നത് അത് അങ്ങനെ നീ ഇത് എന്താ പറയുന്നത്, നമ്മളതൊരു ആധികാരികമായിട്ടത് പറയുവാണെങ്കിൽ ഇപ്പൊ ഹിന്ദുവിന്റെ ഇത് പ്രകാരം മറ്റേ 16 അടിയന്തരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അറിയാവോ? മരിച്ചു കഴിഞ്ഞിട്ട് 16ാമത്തെ ദിവസം അതുവരെ ആത്മാ മറ്റേ ബലിയിടുന്നത് 16 ദിവസം രാവിലെ എണീറ്റ് ബലിയിടും. സഞ്ജയന 16 അടിയന്തരല്ല, സഞ്ജയന ആ സോളിനെ വിട പറയുക. അവൻ 16 ദിവസം അവിടെ ഉണ്ട്. സഞ്ജയന 7ാമത്തെ ദിവസം. വൈക്കിങ്സ് എങ്ങനെയാണെന്ന് അവര് മരിച്ചു കഴിഞ്ഞാൽ ഒരു ബോട്ടെ കയറ്റി അവരുടെ ട്രഷേഴ്സ് എല്ലാം ഒരു ബോട്ടെ വിടും. എന്നിട്ട് പോകുന്ന വഴി ഒരു തീയുടെ അമ്പ് ഇട്ട് വിടും. ആ ബോട്ട് ഫുള്ള് കത്തും. അതിൻ്റെ അവരുടെ കണ്ണിൽ 2 കോയിൻ വെക്കും. അതായത് മരിച്ചു ഇവര് പോകുമ്പം ഇവര് പറഞ്ഞ സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ ഒരു മറ്റേ തുഴയുന്ന പുള്ളിയുണ്ട്, ഇവരെ ബോട്ടെ കയറ്റി കൊണ്ടുപോകണം. അപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള പൈസയാണ് ഇവർ കണ്ണി വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈജിപ്ഷ്യൻസും അങ്ങനെയാണെന്ന് തോന്നുന്നു, വൈക്കിങ്സും ഒക്കെ അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ ഈ ആ കോയിൻ കൊടുത്താലേ ഇവരെ കൊണ്ടുപോകത്തുള്ളൂ. അത് അയാളുടെ കൂലിയാണ്. ക്രിസ്ത്യൻസിന്റെ ഇത് പ്രകാരം എങ്ങനെ? ക്രിസ്ത്യൻസിന് പ്രകാരം കുഴിച്ചിടും, മരിച്ചു, നമ്മൾ ആത്മാവായി പോയി നമ്മളെ ജഡ്ജ് ചെയ്യും. ഓൺ ദ സ്പോട്ടില് പോവോ അതോ ഞങ്ങളുടെ അതിന്റെ കൂട്ടം 7 ദിവസം നിൽക്കുവോ? ഇങ്ങനെയല്ല, ഇങ്ങനെ പരിപാടിയുണ്ട് കുറച്ചാളെ നമ്മൾ അവരെ ഒന്ന് ഓർക്കാൻ വേണ്ടി. അത് ഓർമ്മ അതല്ലടാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങളുടെ ഇത് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മരിച്ചു കഴിയുമ്പോ ഉടനെ ഇവര് ശരീരം വിട്ട് നേരെ ജഡ്ജ്മെന്റ് സീനിലേക്ക് നമ്മള് മറ്റേ ആത്മാവായി പോവെന്നാണ് എന്റെ വിശ്വാസം. അവിടെ പോയി കഴിഞ്ഞാൽ അല്ല, ഇതാ വേറെ അതിന്റെ ഇടയ്ക്ക് വേറെ ചടങ്ങൊന്നും കൂടെ നേരെ പോയി. പക്ഷെ അവിടെ ചെല്ലുമ്പോ നമ്മളെ ജഡ്ജ് ചെയ്യും എങ്ങോട്ടാ പോണ്ടേ എന്നുള്ള സാധനമുണ്ട്. പേർലി ഗേറ്റ്സിൽ അതിന്റെ അകത്ത് നമ്മളെ സ്വർഗത്തിന്റെ വാതില് കേറ്റോ ഇല്ലയോ എന്നുള്ളത് അതുണ്ട്. റോമാഞ്ചരിക്കകത്തുണ്ടോ? ഞാനും എഴുന്നേറ്റ് വന്ന് മറ്റേ അവിടെ സ്റ്റെപ്പ് അല്ല എക്സ്കലേറ്റർ നിന്നാ മതി. അപ്പൊ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പക്ഷെ യേശു ഒരാളൊരു ആത്മാവ് വെയിറ്റ് കാരണം പറക്കാൻ പറ്റും. കോഴിയെ പോലെ ആ രണ്ട് കുഞ്ഞു വിൽക്കുന്ന പോലെ 5-6 മാലാഖമാരും പൊക്കിയെടുക്ക അവര് താഴേന്ന് മറ്റേ ഇവരെ വിളിക്കും, ലോഡ് കൂലിപ്പണിക്കാരെ. മറ്റേ ശബരിമലയിലൊക്കെ പോയിക്കൊണ്ട് പോകത്തില്ല. ഇത് ഭയങ്കര സൗണ്ട് ആയിരിക്കും, കേൾക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും പറഞ്ഞു നോക്കെ. എന്തായാലും ഇനിയിപ്പോ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്, ഇനിയിപ്പോ പറഞ്ഞേ പറ്റൂ. അതാ എന്തായാലും ഇപ്പൊ മഴയുമായി ഇപ്പൊ നിർത്തണം, ഒരു 5 മിനിറ്റ് നോക്കാം. മഴയത്തേലും അമ്മാരിപ്പം നിർത്തും. പിന്നെ വേറെ കാര്യം എനിക്ക് തോന്നുന്നു, യേശുവിനെ അറിഞ്ഞനുസരിച്ച് പുള്ളി ഒരു നൈറ്റ് പീസ് മനസ്സിലാവും. അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താലും പുള്ളി പറയാൻ എനിക്ക് സംശയം ഇവന്റെ സൗണ്ട് കിട്ടുമോന്നാ. ഒന്ന് കേട്ട് നോക്കണോ? വേണ്ട പറഞ്ഞോ മാനാണ് തല്ലി പൊളിക്കുവാണ്. അതാ അതും ഒരു സൺഡേയിലൊക്കെ ഇങ്ങനെ ഒരു അതും രാത്രി പോലും ആയില്ല, വൈകുന്നേരം ആയുള്ളൂ. ആരാ പ്രാക്ടീസ് ചെയ്യുന്ന അവർക്ക് അല്ല, ഇത് പ്രാക്ടീസ് അല്ല, മറ്റേ ഇതാ പരിപാടിയാ. ഇവർക്ക് ഇനിയും തൊട്ട് അങ്ങോട്ട് എല്ലാ ദിവസവും ഓരോ കോളനിയിലും. കാരണം ഇവര് ഗണപതിനെ 11 days ഉണ്ട്, പക്ഷെ ഇവർക്ക് ചൂസ് ചെയ്യാം 3 days വെക്കാം, 5 days നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഇവരുടെ ദിവസം എന്നായിരിക്കും ഈ ഫ്ലാറ്റിന്റെ കോളനിയുടെ ഈ സൊസൈറ്റിയുടെ എന്നായിരിക്കും. അവര് ഇത് പുഴയിൽ ഒഴുകി മുക്കും
മുക്കുവോ ആ, മുങ്ങിപ്പോകും. അവര് ഒഴുകി വിടും. ഒഴുകി വിടും മുങ്ങിപ്പോകും. ഇതിന്റെ ഇതിപ്പോ ഞങ്ങൾ ഡൽഹി പോയിട്ട് വന്നപ്പോ വേസാർ എന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ സംഭവം എന്തോ എനിക്കും അറിയത്തില്ല. പുള്ളിക്ക് ഇതിനെ പറ്റി മൊത്തം അറിയാം. പുള്ളിക്ക് മറ്റേ എനിക്ക് തോന്നുന്നു ബൈബിളിലെ ക്രിസ്ത്യൻ പുരാണത്തിനെക്കാളും മൊത്തം ഹിന്ദു പുരാണം അറിയാതെ. പുള്ളി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചേ ഇതിനെ പറ്റിട്ട് എന്താ ഐഡിയ. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. പുള്ളി പറഞ്ഞ ഇത് മറ്റേ ഗണപതി ഉണ്ടല്ലോ, ഗണപതി മറ്റേ എന്തോ എഴുതിയപ്പോഴാ വാൽമീകിക്ക് മഹാഭാരതമാണോ എന്തോ ഗണപതി പറഞ്ഞു കൊടുത്തത്. എന്തോ ഒരു സാധനം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. വാൽമീകി എഴുതിയ രാമായണം. രാമായണം, മഹാഭാരതല്ല രാമായണം. അതാരാ അതൊരു പുള്ളിയാ. അപ്പം പുള്ളി ഗണപതി പറഞ്ഞു ഇത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. അപ്പം 3 ദിവസം കഴിഞ്ഞപ്പം ഈ ഗണപതിയുടെ ശരീരം മൊത്തം ചൂടാവാൻ തുടങ്ങി. പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അപ്പൊ ഈ വാൽമീകി പോയിട്ട് വെള്ളം കൊടുത്തല്ല, പുള്ളിയെ എടുത്തോണ്ട് പോയി മുക്കി തണുപ്പിക്കാൻ തിരിച്ചു കൊണ്ടുവച്ചു. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ ഒരു ബേസിക് ഐഡിയ. ഞാനല്ല പുള്ളി പറഞ്ഞ, എനിക്കറിയത്തില്ല. ആയിരിക്കും സത്യം. പുള്ളിക്ക് ഇതിനെ പറ്റി നല്ല അത്യാവശ്യം വിവരമുള്ളത്. സ്റ്റോറി അല്ലേ, എല്ലാം കഥയല്ലേ. പിന്നല്ലാതെ അപ്പൊ ഈ പുരാണം ഇല്ലായിരുന്നല്ലേ? അതറിയത്തില്ല. അതൊക്കെ അങ്ങനൊക്കെ നമ്മൾ ആധികാരികമായിട്ട് പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് അറിയാൻ കഥ അറിയത്തില്ലല്ലോ, അപ്പൊ നമ്മളത് പറയുന്നതിൽ എനിക്ക് ഒരു കോൺഫിഡൻസ്. എനിക്ക് പക്ഷേ ഈ സ്റ്റോറി ഒക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് തോന്നുന്നുണ്ട്. കാരണം ഇത് എന്തോ കഥ എഴുതുന്നത് ഇങ്ങനെ, ഇത് അല്ല നോർമൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ കഥ. ഇത്രയും വലിയ ബുക്ക് എഴുതാനേ വേറെ പണിയില്ല. വായിച്ചു നോക്കിയാ ആ മഹാഭാരതമൊക്കെ. അതും എത്ര വർഷം മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ മനുഷ്യനല്ലേ ഇത് എഴുതി മനുഷ്യണ്ടായി കഴിഞ്ഞത്. എടാ നമുക്ക് അറിയത്തില്ല, അറിയാത്ത കാര്യം പറഞ്ഞു. ഇതിപ്പോ പുള്ളി പറഞ്ഞത് കൊണ്ട് ഇത് അറിയാം ഇത് ഇങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞു അങ്ങനെ ആയിരിക്കും. ഇപ്പൊ മറ്റേ മനുഷ്യണ്ടായി കഴിഞ്ഞിട്ട് അത് ഉണ്ടായി. അത് അത്രയും കാരണം ഇത് മറ്റേ സ്വാമി വിവേകാനന്ദന്റെ വീഡിയോ ഒന്നും ഇതിലില്ല. ബുള്ളറ്റ് പ്രൂഫിന്റെ ഒന്നും. ബുള്ളറ്റ് പ്രൂഫ് വെറുതെ അവളെ പറഞ്ഞത് ഇതാക്കണ്ട. ഇതിന്റെ ചെവിയിൽ ഏതാണ്ടൊക്കെ ഇരിക്കുന്നത്. അത് മറ്റേ ആ ഇന്ന് പോയി കളഞ്ഞു കൊടു. ഇന്ന് പോയി മറ്റേ ഫേഷ്യൽ ചെയ്തതിന്റെ ബാക്കി സ്കിൻ കെയറിനെ പറ്റി നമുക്ക് സംസാരിച്ചു. ആരെങ്കിലും സ്കിൻ കെയർ ചെയ്യാറുണ്ട്? ഇല്ല. ഇവൻ മറ്റേ കുണ്ടി കഴുകുന്നു, കഴുകുന്നു, എല്ലാം ഒരേ സോപ്പ്, ഒരേ ഷാമ്പു. അല്ല പണ്ട് അതേ ഉള്ളായിരുന്നു. ഇപ്പഴാ ഈ പല ഉപയോഗിക്കാറില്ല. പണ്ട് ഈ ഒരു ഇപ്പം സോപ്പ് എന്ന് പറഞ്ഞ സോപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഫേസ് വാഷ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാനിതുവരെ ആ ഫേസ് വാഷ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഉപയോഗിക്കാം. പക്ഷെ മേടിച്ചാൽ അതൊരു ആദ്യത്തെ 2 ദിവസം ഉപയോഗിക്കും, പിന്നെ ഉപയോഗിക്കത്തില്ല. അതൊരു സേവ് ഉപയോഗിക്കുന്നില്ല. എടാ പണ്ടില്ലായിരുന്നു. പണ്ട് ആകെ ഷാമ്പൂ, സോപ്പ്, പൗഡർ, ഇത് 3 മെയിൻ സാധനം. അതും സോപ്പ് നാച്ചുറലി എന്താ മരത്തിൽ നിന്ന് വരച്ചോണ്ട് വരുമായിരുന്നു. മറ്റേ ഇല തേച്ച് അല്ല മറ്റേ സാധനം വെച്ച് മിക്സ് ഒക്കെ ചെയ്ത് നാച്ചുറലി. ഇപ്പഴല്ലേ ഫുൾ കെമിക്കൽ ഒക്കെ ഉപയോഗിക്കുന്നത്. അത് പണ്ടും കെമിക്കലൊക്കെ തന്നെ. അല്ല 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 എന്റെ അമ്മയുടെ ഒരു ഞാൻ പറഞ്ഞു നാച്ചുറൽ എന്ന് പറയുന്നത് അതിനകത്ത് കെമിക്കലുണ്ട്. ആ കെമിക്കൽസ് അതാണ് സംഭവം. അല്ല എന്ന് വെച്ചാൽ അവര് തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നു. മറ്റിപ്പോ ഫുൾ മിക്സ് ഒക്കെ ചെയ്ത് സോൾഡ് ആക്കി സോപ്പ്. പണ്ട് മറ്റേ ചിരട്ടയുടെ ആ സാധനമൊക്കെ വെച്ച് ഇങ്ങനെ. പക്ഷെ തേച്ചെന്തോ സോപ്പിന് വരും. സോപ്പ് ഇല്ലായിരുന്നു. സോപ്പ് ഉണ്ടായിരുന്നു. വേപ്പുണ്ടല്ലോ, വേപ്പിന്റെ ഇലയിട്ട് വെള്ളം ചൂടാക്കി വേപ്പിട്ട് തേച്ച് കുളിക്കുമായിരുന്നു. അല്ല നമുക്ക് ചെളി പോണല്ലോ. ചെളി പോണെങ്കിൽ ചകിരി ഉണ്ട്. മണ്ണൽ സോറി മറ്റേ മഞ്ഞൾ പണ്ണൽ എന്ന് പറയാ. മഞ്ഞൾ മഞ്ഞൾ എനിക്ക് നോക്കിയാണ്. മഞ്ഞളിട്ട് അങ്ങ് യെല്ലോ പയറുപൊടി അത് ശരീരത്തിൽ ഞാൻ പറ്റില്ല. പയറുപൊടി ഉപയോഗിക്കും. അമ്മൂമ്മ ഉപയോഗിക്കായിരുന്നു. അമ്മയുടെ അച്ഛൻ്റെ അമ്മ. എനിക്ക് താറാണ്ട് വിളിക്കുന്നുണ്ട് ഫുള്ള് മറ്റേ ആസ്ട്രോനോട്ട് പോലെ പതപ്പിച്ച് മറ്റേ ഷാമ്പു എടുത്ത് ഇങ്ങനെ സ്പൈക്കൊക്കെ ആക്കി. പിന്നെ നമ്മൾ മറ്റേ ഇതാ ഷവറിനടി ഫൈറ്റാ. നമ്മള് മനസ്സിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇത് ഈ സീനൊക്കെ ഷവർ സ്ലോ മോഷൻ മഴയത്ത് നമ്മൾ മഴ സ്ലോ മോഷനിൽ ഇങ്ങനെ പോയി മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇപ്പൊ കാണിക്കുന്നത് ആലോചിച്ച് നോക്കി. ഇത് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു
പണ്ട് എനിക്ക് സുഖമാണ് നമ്മളിങ്ങനെ എനിക്ക് എന്തെങ്കിലും കമ്പിട്ടി അത് വാള ഞാനിതാ ഞാനൊരു രാജാവാണ് ഞാൻ ഫൈറ്റ് ചെയ്യും ജനറലാണ് ആ സീനൊക്കെയാ പാല് നമ്മളപ്പോ ഫുള്ള് ഇമാജിനേഷനാ മുഴുവൻ. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നത്, പക്ഷെ നമ്മുടെ മനസ്സ് നമ്മള് ബാറ്റിൽ ഫീൽഡിലെ പോർക്കളത്തിലാണ് ഞാൻ മറ്റേ ഇതാ ജനറലായിട്ട് രാജാവിന് വേണ്ടി സീനായിക്കൊണ്ടിരിക്കും. ഞാൻ പണ്ട് മറ്റേ ഈ ഷട്ടിൽ ബാറ്റില്ലേ, ഷട്ടിൽ ബാറ്റില് ഞാൻ മറ്റേ കൊച്ചങ്ങല്ലേ കൊച്ചങ്ങ ചാമ്പക്കല്ല കൊച്ചങ്ങ അറിയത്തില്ല എന്താന്ന്, മറ്റേ ഈ തേങ്ങയുടെ കുഞ്ഞത് അതിന് വേറെന്തോ അതിനെന്തായിരുന്നു പറയുന്നത്, ഞാൻ മറന്നുപോയി അതിന്റെ പേര്. മറ്റേ ചീട്ട് കളിക്കുമ്പോ ഇവിടെയൊക്കെ ഇടുന്ന സാധനം, അത് ഉണക്ക് അതിന് ആ സാധനല്ലേ കുഞ്ഞു വെള്ളക്ക. ആ വെള്ളക്ക കൊച്ചങ്ങ രണ്ടും കൊച്ചങ്ങ. അത് തന്നെ വെള്ളക്ക. അത് നീ ഷട്ടിൽ ബാറ്റും അതും ഇതുമായിട്ട് ബാറ്റ് വെച്ച് അത് നിങ്ങൾ അത് അടിക്കാം. ദൂരത്താ പോകുന്നത്. അത് നീ മെറ്റലിട്ട് അടിച്ചാലും പോകും. ഇല്ല, ഇത് മറ്റേ ഷട്ടിൽ ബാറ്റ് വെച്ചാൽ ഭയങ്കര. എടാ അതാ ഞാൻ പറഞ്ഞ മെറ്റലിന്റെ പീസ് എടുത്തിട്ട് ഷട്ടിൽ ബാറ്റ് അടിച്ചാലും പോകും, കാരണം അതിന് വെയിറ്റ് വേറൊരു ഫീലാണ്. അപ്പൊ അതേ ഉള്ളായിരുന്നു അടിക്കാൻ. ഭയങ്കര എനിക്ക് ഞാൻ തടിയെടുത്ത് ഇങ്ങനെ ചീവി വാള് പോലെ, അത് ചില സമയത്ത് നല്ല നീളമുള്ള കറക്റ്റ് ഷേപ്പിലുള്ള വാളിന്റെ ഷേപ്പിലുള്ള തടി അതാണ് ഏറ്റവും അതാണ് ഏറ്റവും പവർ ഉള്ള വാള്. മറ്റേ വാള് മറ്റേ നമ്മൾ സാറിന് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നത്, ഇത് മറ്റേ മെയിൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ വാൾ ഉപയോഗിച്ച സീന എപ്പോഴും ഇതിപ്പോ വെളിയിൽ എടുക്കാറില്ല. ഇത് മറ്റേ ആ വാള യുദ്ധത്തിന് വേണ്ടി മാത്രം കാരണം ക്രിട്ടിക്കൽ ഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ബാക്കിയെല്ലാം മറ്റേ കുഞ്ഞു കുഞ്ഞ്, കാരണം അതിന്റെ പവർ എനിക്ക് തന്നെ ചില സമയത്ത് താങ്ങാൻ പറ്റില്ല. അപ്പൊ അത് എപ്പോഴും ഉപയോഗിക്കുമ്പോ പറ്റത്തില്ല എനിക്ക്. ഏറ്റവും വിഷമം വെച്ച് ഇതങ്ങനെ വെച്ച് പിന്നെ ഇത് ഭയങ്കര അല്ല അതല്ല വീട്ടുകാരെടുത്തോണ്ടിട്ട് ഈ ചില സമയത്ത് ആൾക്കാർ എവിടെയും എടുത്തോണ്ട് അതാണ് നടക്കേണ്ടി വരും. നമ്മള് മറ്റേ കുഞ്ഞുനാൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ മറ്റേ മടലിന്റെ ബാറ്റ് വെട്ടി, ഇതൊക്കെ നേരെ അമ്മൂമ്മയൊക്കെ വന്ന് വെട്ടിയെടുത്ത് അടുപ്പിനകത്ത് കയറ്റി കത്തിക്കും. മറ്റേ ഭീങ്കര അതൊക്കെ ഡെയിലി ബാറ്റ് ഉണ്ടാക്കലൊക്കെ ആയിരുന്നു പരിപാടി. എന്തായാലും ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എന്തേലും ഇമാജിനേർ കാറ്റപ്പുൾട്ട് ഉണ്ടാക്കി. മറ്റേ റബ്ബർ ബാൻഡ് കയ്യിലെടുത്ത് കാറ്റബിൾട്ടിക്ക് മനസ്സിലായി കാറ്റബിൾട്ട്. പക്ഷെ മറ്റേ കാറ്റബിൾട്ട് എന്റെ മനസ്സിൽ മറ്റേ പണ്ട് യുദ്ധത്തിന് കല്ലൊക്കെ വിടുന്ന സ്ഥലം ഈ തെറ്റാലിയാണെന്ന് അത് പോലീസ് സാധനമല്ലേ. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി മറ്റേ ഈ നീറിന്റെ കൂടില്ലേ, അതിലേക്ക് ഞാൻ അടിച്ച, പക്ഷെ അടിച്ചപ്പോഴത്തേക്ക് അത് മറ്റേ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് അതിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം ഇങ്ങോട്ടായി. അത് ഏറ്റില്ല, അവിടെ താഴെ വീണേ. ഇതിന്റെ അകത്ത് കൊറേ ഇതിന്റെ മുട്ടയും മറ്റേ ഇത് ഫുള്ള് ബ്ലാസ്റ്റ് ആയി. പിന്നെ ആ വീട് മൊത്തം കുറച്ച് ഉറുമ്പായിരുന്നോ അതോ ഓറഞ്ച് കളർ നീറിന് മുട്ട കിട്ടോ നീറിന് കൂടെ. ഇതിനെ മറ്റേ നീ കണ്ടിട്ടില്ലല്ലോ ഈ മരത്തിനകത്ത് ഇലയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട്. മുട്ട പിന്നെ ഉറുമ്പ് മുട്ടയില്ലേ ഇടുന്നത്, ഉറുമ്പിന്റെ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് പറയുന്നത്. ഉറുമ്പ് മുട്ട ഇടും, മുട്ട ഇടുന്നത് ഉറുമ്പ് എങ്ങനെ ഉറുമ്പ് മുട്ട ഇടുന്നു. ക്വീൻ ആൻഡ് പിന്നെ എന്തോ ചെയ്യുന്ന അകത്ത് പോയാ ശരിയാ ശരിയാ ക്വീൻ അകത്തിരിക്കും. അത് 9 മാസം ലേബർ ഒറ്റയടിക്ക് ഒരു 10 എണ്ണത്തിന് ഉറുമ്പിന്റെ മുട്ട ഇതുവരെ കണ്ടിട്ടില്ല. മുട്ട ഉണ്ട് അതിന്റെ മറ്റേ ചിലപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. അല്ല കാണാൻ പറ്റില്ല, മണ്ണിനടിയിലും കാണാനൊക്കെ ആയിരിക്കും. ഞാൻ കണ്ടിട്ടില്ല. ഇവര് മറ്റേ ട്രാൻസ്ഫർ ചെയ്ത് ആ സമയത്ത് നമുക്ക് കാണാം. ട്രാൻസ്ഫർ എടാ നീ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, മറ്റേ ഉറുമ്പിന്റെ ഇങ്ങനെ വലിയ പോകുമ്പോ ചില ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവര് എടുത്ത് മാറ്റും. അവര് എന്ന് വെച്ചാൽ അവര് സ്ഥലം മാറും. ഇപ്പൊ നീ അവിടെ ഇപ്പൊ നിങ്ങക്ക് നമുക്ക് സ്ഥലമുണ്ട്, അവിടെ ഡേഞ്ചർ ആണെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്യും ഇവര്. ഇതിന്റെ ഒരു ലൈക്ക് ലാർവ പോലെയാണ് ക്വീൻ ആൻഡിന്റെ. അതാകുമ്പോഴത്തേക്ക് അത് മറ്റേ ഈ ഷെല്ലില്ലേ, ശംഖ് പോലെ അല്ല, പക്ഷെ ഈ ഷെല്ലിന്റെ പല പല ഷേപ്പിലൊക്കെ ഉണ്ടാവും ഈ സാധനം. ഈ ഉറുമ്പും തേനീച്ചയും സീൻ അവർക്ക് സ്വന്തമായിട്ട് ഒരു സൊസൈറ്റി ഉണ്ട്, ആർമി ഉണ്ട്, അല്ലാ സാധാ പണി ചെയ്യുന്ന ഒരു ക്വീൻ ഉണ്ട്. ആ ലീഗെല്ലാം ഒരേ ഇത് തന്നെ. ഉമ്മാരുടെ ഇത് ഭയങ്കര കോളനിയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ അല്ല. മറ്റേ ഈ ആൻഡ് ഒക്കെ ഉണ്ടാക്കുന്ന അകത്ത് ഫുൾ ഈ ഹണികോം സ്ട്രക്ചർ. ഹണികോംബ് അല്ല മറ്റേ റൂട്ട് മരത്തിന്റെ റൂട്ട് സ്ട്രക്ചർ. എന്നാ സീനല്ലേ
ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടും എന്നിട്ട് നമ്മളൊരു ചവിട്ടിയെ ചവിട്ടി കൊല്ലും. അവരതിന്റെ കോളനി രാവിലെ എണീറ്റ് പണിക്ക് പോകുന്നു. അവര് ഉറക്കമില്ലല്ലോ, ഫുൾ ടൈം പണിയല്ലേ. ചിലപ്പോ ഉറങ്ങുന്നുണ്ടായിരിക്കും, കണ്ണും കാണത്തില്ലല്ലോ അടച്ചു വെക്കുന്നു. ഉറുമ്പിനെ തിന്നു കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കൂടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ കട്ടുറുമ്പിനെ അല്ലേ അത്? അല്ല കറുത്തല്ല, ഏത് ഉറുമ്പാന്ന് എനിക്കറിയത്തില്ല. മറ്റേ ചെറിയ കറുത്തുറുമ്പ്, ആ സാധനം ഭയങ്കര സ്പീഡിൽ പോകുന്നു. അതെനിക്കറിയത്തില്ല. കറുത്ത അത് നിന്നാ കാഴ്ച കൂടും, ഭയങ്കര സ്പീഡിൽ പോകുന്നത്. പിന്നെ ഇവിടെ ചൈനയിലെ ആൾക്കാർ പുഴുവിനെയും മറ്റേ പട്ടിയൊക്കെ വെട്ടി തിന്നുന്നു. പിന്നെ ഉറുമ്പ് ആ നീറിനെ തിന്നുന്നവരുണ്ട്. ഈ ട്രൈബൽ നീറിനെ കഴിക്കുമ്പോഴാ, നീറിനെ തൊട്ട് ഭയങ്കര നാറ്റം. ആസിഡാ അത്, ഫോമിക് ആസിഡ്. അസറ്റിക് ആസിഡാ? അല്ല, അസറ്റിക് ആസിഡ് ആണോ? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ആണോ? ഭയങ്കര മണമാണ്. അതുപോലെ മറ്റേ ഒരു അട്ട ഉണ്ടല്ലോ, അട്ട ചവിട്ടി കഴിയുമ്പോ അത് അതിന് അറിയാതെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ഒരു വാട വരും. മറ്റേ ചുരുണ്ടടക്കം നട്ടയല്ലേ, മെത്ത പിടിച്ചെടുത്തത് കറുത്തിരിക്കുന്നത്. ചുമതല്ല, കറുത്തിട്ട് യെല്ലോ ഇതുള്ള കറുത്ത. അതന്നെ തൊട്ട് കഴിഞ്ഞാൽ ഇത് മറ്റേ നമ്മുടെ തിരുവല്ലോ, അതെല്ലാം എട്ട അങ്ങനെ. എന്നാലും ഇത് പക്ഷേ അല്ല, ഞാൻ ഉദ്ദേശം മറ്റേ നീളമുള്ള സാധനം, വലിയ സാധനം. അത് പഴുതാരല്ലേ? അല്ലല്ല, കറുത്ത സാധനമല്ലേ ഇങ്ങനെ പുഴുവിനെ എന്നിട്ട് യെല്ലോ. അല്ലല്ല, അത് അതിനൊന്നും ഇപ്പൊ ഞാൻ കാണാറില്ല. അതൊക്കെ നമ്മുടെ ബേസിലുണ്ട്, കുറേ ഉണ്ട്. എടാ, അട്ടയെന്ന് പറഞ്ഞാ അതും അട്ടയായിരിക്കും, പക്ഷെ ഇത് മറ്റേ നോർമൽ നീളമുള്ള മറ്റേ ട്രെയിൻ പോലെ പോകുന്ന സാധനം. അത് പഴുതാര. അത് പഴുതാര. സെന്റിപീഡ് അട്ട, സെന്റിപീഡ് പഴുതാര. കടി അത് പഴുതാര. അത് പഴുതാര. അത് മറ്റേ 4 സൈഡിൽ ഇങ്ങനെ മൊത്തം കണ്ടാലേ വെച്ചിട്ട് സ്കെയറി അതിനെ കാണാം. അത് കണ്ടാലേ അറിയാം അത് ഇച്ചിരി ടെററാ, പണി തരും. അത് നീ ഈ വിഷമുള്ള സാധനങ്ങളെല്ലാം കാണാൻ ഒരു പേടി നമുക്ക് തോന്നും. പേടിയാ, നല്ല ഭംഗിയോ. സാറേ ഈ തേളിനെ കണ്ടാലേ അറിയാം അതിന്റെ അടുത്ത് പോവല്ലേ. ഈ ഡേഞ്ചർ ആയിട്ടുള്ള ഏത് സാധനം കണ്ടാലും നമുക്ക് അറിയാം അതിന്റെ അടുത്ത് പോവല്ലേ, പണി കിട്ടും. നമ്മുടെ മൈൻഡ് വയറത്. നമ്മുടെ പണ്ട് തൊട്ടേ അതെ, ആരൊക്കെയോ കൊത്തി കൊല്ലാൻ കൊണ്ട് അതെല്ലാം വന്ന് നമുക്ക് ഓൾറെഡി സ്റ്റോർഡ് ഇൻഫർമേഷൻ. തേള്, പിന്നെ ഈ അറ്റാക്ക് ചെയ്യുന്ന എല്ലാം ഒരു സ്കേറി ലുക്ക് ആയിരിക്കും അല്ലേ. ചെലന്തി ഇതുപോലത്തെ വൃത്തികെട്ട ഒരു സാധനം. എനിക്ക് പേടിയാ. അയ്യോ, എനിക്ക് ദിവസം നിങ്ങളെ മുഖത്ത് ചാടുമ്പോ മനസ്സിലായി. അപ്പൊ ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിനെ കണ്ട എനിക്ക് അയ്യോ എട്ടുകാരി അങ്ങനല്ലടാ, അങ്ങനെ ടെറിഫൈങ് സാധനമല്ല. പക്ഷെ അടുത്ത് പോകരുത്, അടുത്ത് പോവാൻ പേടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജിമ്മിട്ടൊരു എട്ടുകാലി പറഞ്ഞാൽ ഉറപ്പാ നമുക്ക് വലിയ സാധനം. ചെറുത് കുഴപ്പമില്ല, ചെറുത് നമ്മളിങ്ങനെ തട്ടിക്കളയാം, അത് കുഴപ്പമില്ല. നാട്ടിലൊക്കെ ചില വീട്ടില് അയ്യോ എന്റെ മോനെ കാണുമ്പോ അത് ഇതിനെ കാണത്തില്ലേ പണ്ടാരത്ത്. നമ്മളിങ്ങനെ അറിയാതെ വന്ന് ഇങ്ങനെ തിരിയുമ്പോഴായിരിക്കും പൊന്നടാ നമ്മളിത് കഴിഞ്ഞ സംസാരിച്ചാന്ന് തോന്നുന്നു എട്ടുകാലിയെ പറ്റി. ഇല്ല, എന്നിട്ട് ഇങ്ങനെ ചെരുപ്പെടുത്ത് അടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് ഈ നമ്മളന്ന് അവിടെ വെച്ചെടുത്ത അതിനകത്ത് പറയാൻ പറ്റി. അത് മറ്റേ എന്റെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പറഞ്ഞു. എന്റെ അച്ഛന്റെ വീട് മറ്റേ നീ പറഞ്ഞത് ഇത് പറഞ്ഞില്ല, ഒരു വീഡിയോ പറഞ്ഞ നമ്മൾ ഇട്ടിട്ടില്ല അത് മറ്റേ ചപ്പിലറിഞ്ഞത്. അപ്പൊ പറഞ്ഞല്ലേ, അത് വേറെ എപ്പിസോഡ്, ഇത് വേറെ എപ്പിസോഡ്. ഇത് എന്റെ അച്ഛന്റെ വീട് ഇപ്പൊ ഫുൾ റെനോവേറ്റ് ചെയ്തു. പക്ഷെ പണ്ട് തൊട്ട് അത് ആ വീട് 90 വർഷമായി. അതായത് മറ്റേ മുമ്പിലത്തെ ഭാഗം ഉണ്ടാക്കിയേക്കുന്നത് വേറൊരു എന്തോ മെറ്റീരിയൽ വെച്ചിട്ടാണ്, വേറെ ടൈപ്പ് റോക്ക് ഉണ്ട്. അപ്പൊ ആ ഭാഗം മാത്രം അച്ഛൻ മാറ്റിയില്ല, ബാക്കിയുള്ള ഈ മറ്റേ ഓടിട്ടെല്ലാം മാറ്റി. അപ്പൊ എന്നിട്ടും റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീട്ടില് പലയിടത്തും ഈ ചെലന്തി പോകത്തില്ല. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മളൊക്കെ യൂസ് ചെയ്യാത്ത ഗസ്റ്റിന്റെ ബാത്റൂം ഉണ്ട്, അതിനകത്തൊക്കെ പോയാൽ എനിക്ക് പോകാനേ പേടിയാ. കാരണം ഇത് ഇരിക്കുന്നറിയാവോ, ഈ എന്റെ പൊന്നടാവേ, നിങ്ങൾക്ക് അറിയത്തില്ല ഇത്രയും സൈസ്. ഒരു പ്രാവശ്യം ഒരു വലിയ എട്ടുകാലേ കണ്ടു, അതിന്റെ ബാക്കിൽ വലിയൊരു ഉണ്ടയുണ്ട്. അത് മറ്റേ മുട്ട, മൊത്തം അവന്റെ മുട്ടയാ. അത് പൊട്ടി കഴിഞ്ഞാൽ മൊത്തം എല്ലാം കൂടെ ഇറങ്ങി വരും. അതിനെ അടിച്ചപ്പോഴത്തേക്ക് ഇതങ്ങ് ഇറങ്ങി വരും, എല്ലാം കൂടെ പോയി. എല്ലാ മുട്ടകളും ഇതിനകത്ത് ഇരിക്കുക. അതെ, അത് എത്ര എണ്ണം അതിനകത്ത്, 1000 ഒക്കെ ഉണ്ട്. ലാസ്റ്റ് വീട് തീ കത്തിച്ച് പൊട്ടിച്ച് വേറെ ചോയ്സ് ഇല്ല. ചിലന്തേ മറ്റേ എലിയെ പേടിച്ചില്ല ചുടുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചന്തയെ പേടിച്ച് വീട് കത്തി. അയ്യോ എന്തുവാ ഇങ്ങനെയൊക്കെ പ്രസവിക്കും. വേറെ ജീവികളോടൊന്നും എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ ഇതിനെന്തോ ഒരു പ്രത്യേക, ഇപ്പൊ തേളിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. പേടിക്കണം, ചത്തു പോകും.
അല്ല ഞാൻ പറഞ്ഞ എനിക്ക് തേവെന്ന് വെച്ചാൽ സ്കോർപിയോ അതിന് എനിക്ക് അങ്ങനെ വലിയ തേള് പാമ്പ് അങ്ങനെ അതിനുള്ളതിനൊന്നും പേടിയില്ല എനിക്ക്. പക്ഷെ അതോ ഇപ്പൊ പേടിയില്ല, അടുത്ത് വന്നാലും അല്ല അടുത്ത് വന്നാലും എനിക്ക് പേടിയൊന്നും ഞാൻ ഉമ്മ ഒക്കെ ഒന്നും പോകത്തില്ല. അതിനെ എന്തിനാ ഉപദ്രവിക്കാൻ പോകുന്നത്? അതതിന്റെ സൈഡിൽ കൂടെ അങ്ങ് പോക്കോളൂ. നമ്മളതിനെ അങ്ങോട്ട് കയറി ചൊറിയാൻ നേരല്ല തിരിച്ചാക്രമിക്കുന്നത്. നമ്മുടെ സൈഡിൽ കൂടെ വന്നാലും സൈഡിൽ കൂടെ വന്നാൽ അനങ്ങാൻ നിന്നാ മതി. അപ്പത്തന്നെ മുള്ളു. എന്താ കണ്ണല്ലേ ആലോചിക്കുന്നത്? ഇപ്പൊ ഒരു സൂപ്പർ പവർ തുടങ്ങി അവനൊക്കെ ഒരു ചീഞ്ഞ സൂപ്പർ പവർ തരാം നിനക്ക്. അവന് തുടങ്ങി ഒരു ഉപകാരം ഇല്ലാത്തൊരു സൂപ്പർ പവർ. ഒരു സ്റ്റെപ്പ് നോക്കുമ്പോഴത്തേക്കും പളി പോകും. ആ സൂപ്പർ പവർ ഇപ്പോഴേ ഉണ്ട്. അതെനിക്കല്ല, അത് ഇവനാ. സൂപ്പർ പവർ, അവന്റെ പേര്. ഒരു ഉപകാരവും ഇല്ലാത്ത സൂപ്പർ പവർ എന്ന് പറയാൻ പറ്റുമോ? ഒരു ഉപയോഗം ഇല്ലാത്തൊരു സൂപ്പർ പവർ അത് ആലോചിക്കും എന്തുമായിരിക്കും. ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിൽ രാത്രി തിളങ്ങുന്ന സൂപ്പർ പവർ. അല്ല അത് അങ്ങനെ ഇപ്പൊ മിന്നി വെറുതെ രാത്രി തിളയും കൊണ്ട്. പക്ഷെ അതിനെ കാണാനും നല്ലൊരു രസമല്ലേ, ഭംഗിയല്ലേ? നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ തിളങ്ങിയിരിക്കത്തില്ലോ. ഓ അല്ല രാത്രി ഒരു സൂപ്പർ. നമ്മള് ഈ ഇരുട്ട് അടിക്കുമ്പോ നമ്മള് തന്നെ ബിരിയാണി അതന്നല്ലേ അവനും പറഞ്ഞേ. നമ്മളെന്ത് വിരിയോ അല്ല എന്താ ഇങ്ങനെ കാണിച്ചോണ്ട് ഗ്ലോ ഗ്ലോ ഗ്ലോ. അതന്നല്ലേ അവനും പറഞ്ഞേ. പക്ഷെ ഇത് ഇരുട്ട് വരുമ്പോ മാത്രം. അതാ പറഞ്ഞ രാത്രിന്ന്. രാത്രി ഒരു ഉപയോഗം ഇല്ലാത്തൊരു സൂപ്പർ പവർ. മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയുന്നത് അതെനിക്ക് തോന്നുന്നത് അത് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത്. അല്ല തോന്നുന്നു അതിന്റെ ആവശ്യമില്ല. കാരണം ഒരാളുടെ മനസ്സിൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഓരോ ചില മനുഷ്യന്മാർക്ക് എല്ലാവരുടെയും സ്വഭാവം സെയിം അല്ലല്ലോ. ഇപ്പം പലർക്കും കാണും എന്തുവാ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ തന്നെ നീ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. പക്ഷെ ഒരേ സമയം ഇത്രയും പേരുടെ നമ്മളെ തോട്ട്സ് കേട്ടാ നമുക്ക് ഭ്രാന്ത്. ഇപ്പൊ ഒരു നീയും CST പോയി നിൽക്കുവോ, അവിടെ പോയി എല്ലാവരും നമ്മൾ ഫുൾ ടൈം അല്ല നീ ഒരു ലൂസിക്കകത്ത് കാണിക്കുന്നത് പോലെ അതിനകത്തുണ്ട് ലാസ്റ്റ് 100% ഇതാകുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ ഞാൻ പറയാം. നീ ഇപ്പൊ ദൈവമായി, നീ ആദ്യം എന്ത് നിനക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാനുള്ള ഒരു പവർ നിനക്ക് കിട്ടി, നീ എന്ത് ചെയ്യാം? ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്നു? ഞാൻ ചുമ്മാ നല്ല വേറെ എന്താ പറയാൻ, ഇതൊക്കെ സ്റ്റോണർ തോട്ട്സാ ഇത് പറയുന്നത്. നീ ഒരു ദിവസം നിന്നെ ദൈവം പറയാ, നീ ജോലി തന്നെ നീ പറയ ദൈവം എന്നെ എന്ത് പൊട്ട ക്രിയേറ്ററാണ്. അപ്പൊ ദൈവം ഒരു കാര്യം നീ കുറച്ചാളെന്നാ ദൈവം മുമ്പ് അപ്പൊ നിന്നെ ഏൽപ്പിച്ചു. നീ അപ്പൊ ആദ്യം തന്നെ നീ ചെയ്ത ഇതിനൊക്കെ കോൺസിക്വൻസസ് ഉണ്ട്. ഞാൻ പറയാം എന്തൊക്കെയാ കോൺസിക്വൻസ്, നീ പറ എന്ത് ചെയ്യും? കോൺസിക്വൻസസ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ എല്ലാം കൊല്ലും. പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ മനുഷ്യന്മാരില്ലെങ്കിൽ. നീ എന്ത് പണ്ടറാ, നീ ഫസ്റ്റ് തന്നെ നിന്റെ പണിയാണ്. അല്ല അത് വേണ്ട, അത് ചുമ്മാ പറഞ്ഞത്. അതിനെ ഉള്ള പണിയും ഞാൻ ആരും ഫോക്കസ് എടുക്കേണ്ടത്. ഇതൊക്കെ കാരലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവന്മാരൊക്കെ അടിച്ച് കിളിയായിട്ടൊക്കെ വന്നിരുന്ന് പറയുവാന്ന്. പച്ചക്ക് നമ്മളിങ്ങനെ ആവുള്ള വിചാരിക്കത്തില്ല. ബോധമില്ലാത്തവന്മാര്. നിന്റെ ഒരു ഇന്നൊരു ദൈവമായി കഴിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാരുടെ മറ്റേ ഈ ആക്രാന്തം ഉണ്ടല്ലോ, ഗ്രീഡ് ആ ഒരു ഇമോഷൻ എടുത്ത് കളയണം. പക്ഷെ നിനക്ക് ഇത് ഇപ്പം ഇപ്പോഴത്തെ ദൈവത്തിനാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നിനക്ക് എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യും? നീ ദൈവമല്ല, അല്ല വേറെ കാര്യമില്ല. അത് ഇമാതിരി മുമ്പേ അല്ല ഇപ്പോഴാണേലും നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എങ്ങനെ നീ ദൈവമായത് ഞങ്ങളെ കൺട്രോൾ ചെയ്ത്? അങ്ങനെ നിനക്ക് നീ അത് അതൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നിനക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പം നിനക്കിപ്പോ ഒരാളെ പിന്നെ കൊല്ലണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ ഒരു വലിയൊരു കുഴി കുഴിക്കാം. അപ്പൊ നടന്ന് അതിനകത്ത് വീഴും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനാണെങ്കിൽ മറ്റേ ഞാൻ ഇത് മേളിൽ ഇരുന്നിട്ട് പൈസ ഇങ്ങനെ എല്ലായിടത്തും വിതറും, എന്നിട്ട് എല്ലാവരും എടുത്തോളൂല്ലോ. അപ്പൊ പിന്നെ എല്ലാവരുടെയും ഇത് തീരുമല്ലോ, പട്ടിണി തീർക്കാം. ഞാൻ വേണ്ട നോട്ട് പ്രിന്റ് ചെയ്യും തോറും നോട്ടിന്റെ വാല്യൂ കുറയും. ഇപ്പം എല്ലാവരുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സാധനത്തിന് ഒരു ചെറിയ സാധനത്തിന് 1 ലക്ഷം രൂപയാകും. ആയിക്കോട്ടെ, അവര് സ്വന്തമായിട്ട് ഭൂമി വാങ്ങിച്ച് കൃഷി ചെയ്ത് ജീവിക്കട്ടെ.
എടാ എല്ലാവരുടെ കയ്യിലും ഇപ്പൊ എന്റെ എല്ലാം 1000 രൂപ വെച്ചോണ്ട് ഈ ലോകത്തുള്ള എല്ലാവരുടെ കയ്യിലും 1000 രൂപ. അപ്പൊ അതിന് വില ഉണ്ട്. അതിന് ദൈവത്തെ എന്തിനാ പൈസ? അതെ ശരിയാണല്ലോ. ദൈവത്തിന് അല്ല ഇവൻ പറഞ്ഞ എല്ലാവർക്കും പൈസ അത് മനുഷ്യരുടെ കാര്യമല്ലേ പറഞ്ഞു, ദൈവത്തിനല്ല. ദൈവത്തിന് ഇവൻ പറഞ്ഞ ദൈവം ഇവനെ പൈസ എല്ലായിടത്തും എറിയും. ഞാൻ 1000 ഇതുപോലല്ലോ. അതാ നീ പറ ഫ്രീ ആയിട്ട് ചോദിച്ചാൽ ഞാൻ ചോദിട്ടെ, നിങ്ങൾക്ക് താല്പര്യം ഞാൻ ദൈവം ആവണോ? ഞാൻ ദൈവം നിന്റെ ഒരു എന്തായാലും ഇപ്പൊ എല്ലാവരും ഒരു കഷ്ടാലം വരുമല്ലോ, നീ നിങ്ങളുടെ ദൈവമായ ഞാൻ വല്ലതും ദൈവമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് വേണം. അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ഒരാൾക്ക് ഫുഡ് ഇല്ലെങ്കിലും അവിടെ സൈഡിൽ ഏതെങ്കിലും റെസ്റ്റോറന്റ് ഒരാൾക്ക് അകത്തിന് തോന്നി ഫുഡ് കൊടുക്കാൻ അത് പറ്റത്തില്ല. അതെങ്ങനെയാ നീ ഒരാളെ കൺട്രോൾ ചെയ്യുന്നേ? അത് പറ്റത്തില്ല. ചാഞ്ചാട്ടം ഉണ്ടാക്കാം. ആ മനസ്സിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇമോഷൻ, ഗ്രീഡ് എന്ന് പറയുന്നത്. അത് പറ്റത്തില്ല അല്ലാതെ പറ. പിന്നെ ദൈവം എന്നാ കോപ്പം ഉണ്ടാക്കാനത്? അവിടെ വെയിറ്റ് ചെയ്യാം, നടക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്താ മതിയോ? അങ്ങനെ ഇരിക്കുന്നത് മണ്ടത. പറ്റൂന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചെറിയായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റും. ചെറിയ ഇപ്പൊ അവനെ ചെറുതായിട്ട് ഈ കൈൻഡ്നെസിന്റെ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഞാനത് ചെയ്തിട്ട് കൊടുക്കും. ചെറിയ ഒരു ഒരു ഇതിൽ ഒന്ന് ട്രിഗർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഫയർ ആയിക്കോളും. എല്ലാവരുടെയും മനസ്സിലുള്ള ഈ കാരണം ഒരാളെ ഒരു 10 പേരെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ 10 പേരെ ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ ബാക്കിയുള്ള അതിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അതുപോലെ ചിന്തിച്ച് തുടങ്ങും. സത്യം പറഞ്ഞ ഞാൻ ദൈവം ആവുന്നില്ല, അതായിരിക്കും നല്ലത്. അല്ലെ നിനക്ക് ഒരു 3-4 മാലാകമാരെ ഭൂമിയിലോട് അവരെല്ലാം കൈൻഡ് ആയിരിക്കും. അപ്പൊ അവരെല്ലാം ബാക്കി എല്ലാവരും കൈൻഡ് ദൈവം പറഞ്ഞത്. അതും ശരിയാ. അല്ല, മാലാകമാര് ഇവിടെ വന്നു കഴിഞ്ഞാല് അവരെ മറ്റേ റേപ്പ് ഇപ്പൊ നീ ദൈവമാണല്ലോ. എന്നാലും അല്ല, ഒരു മിനിറ്റ് നമുക്ക് എല്ലാരും നമ്മുടെ ഫ്രണ്ട് ദൈവം നമ്മളെ പുള്ളിയോട് നമ്മൾ എന്നാ ചോദിക്കും? എന്തൊക്കെ വിശേഷം? 3 വിഷസ് ഉണ്ട്. അല്ല വിഷസ് അല്ല, 3 ചോദ്യം ചോദിക്കും. എന്തുമായിരിക്കും നിങ്ങളുടെ ചോദ്യം? അല്ല ഒറ്റ ചോദ്യമുള്ളൂ, ഒറ്റ ചോദ്യം. 3 ദൈവത്തിന് വേറെ പണിയുണ്ട്. നമ്മുടെ ചോദ്യം കേട്ടാണോ നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്തോ ആവണം അല്ലെ? നിനക്ക് ഒരു ചോദ്യം, നിനക്ക് ഉത്തരം ദൈവം എല്ലാം അറിയാലോ. അപ്പൊ നിനക്ക് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. നിങ്ങള് റിയൽ ആണോ? അല്ല, ദൈവത്തിനോടല്ലേ ചോദിക്കുന്നത്. റിയൽ അതെ, നിങ്ങൾ റിയൽ ആണോ അതോ ഞാൻ ഇത് കാണുന്ന പോലെ ഇല്യൂഷൻ ആണോ? ആർ യു റിയൽ? നിങ്ങൾ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പത്തന്നെ ദൈവത്തെ വിശ്വസിക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നീ വിശ്വസിക്കുന്നില്ലയോ? ഇല്ല, എനിക്ക് അങ്ങനെ. നീ എന്താ ചോദിക്കുന്നേ? ഞാൻ ചോദിക്കും, എന്തിനാ ഉണ്ടാക്കിയത് ഈ ജീവിതത്തിന്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പർപ്പസ്? എന്തോ നമ്മളെ ഉണ്ടാക്കിയിട്ട് ഈ ഉദ്ദേശം എന്തോ? എന്തിനാ ഇവിടെ ലൈഫ് ഉണ്ടായത്? അതൊരു നല്ല ക്വസ്റ്റ്യൻ. കാരണം ഈ ലൈഫിന്റെ ഒരു എയിം മാത്രമേ ഉള്ളൂ, ടു മൾട്ടിപ്ലൈ, റീപ്രൊഡ്യൂസ്. ലൈഫിനെ പിന്നെ കൊണ്ടുപോയി എന്തിനാ? വാട്ട് ഈസ് ദ പർപ്പസ്? അവസാനിക്കാനാണ് തുടങ്ങണ്ടല്ലോ. തുടക്കം ഉണ്ടെങ്കിലല്ലേ അവസാനം ഉള്ളൂ. ബിഗ് ബാങ് നിർത്താം. അല്ല, ഇതിന്റെ ഉത്തരം പറഞ്ഞു. ബിഗ് ബാങ് അല്ല, അതിന് ഞാൻ ചോദിച്ച ഉത്തരം ദൈവമല്ലേ പറഞ്ഞു. ഞാനാണോ? ഞാൻ എന്തോ ചോദിക്കും? ഇത് എങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല പുള്ളിയോടെ. നമുക്ക് ഇത് ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും വല്ല ആണെങ്കിൽ ചോദിക്കാം, അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ എന്തോ ചോദിക്കാൻ. ഒരാളെ ഫ്രണ്ടിൽ നിനക്ക് എന്ത് ചോദ്യം ചോദിക്കാം? ഈ പറയുന്ന 100 രൂപ ചോദിക്കാൻ മതി. സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത്. അല്ല, ഇപ്പൊ ജീവിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ജീവിക്കുക. സമാധാനം മീൻസ് പീസ്. ചിക്കൻ പീസ്. അത് പറഞ്ഞപ്പോഴേ നമുക്ക് നത്തിങ് ബട്ട് ചിക്കനും പോയല്ലോ. ഇതൊന്നും ആത്മഹത്യ. നീ നിനക്ക് ഫ്രണ്ട് വന്ന് ദൈവം ഇതൊക്കെ ഒന്നും ചോദിക്കട്ടെ.
അല്ല ഞാനത് ഇപ്പൊ എന്റെ വേറൊരു ചോദ്യം എനിക്കുണ്ട്, എനിക്ക് അത് ചോദിക്കണം. എന്റെ നിനക്ക് ചോദ്യമില്ല, ഞാൻ ചോദിച്ചോളാം. ചോദിച്ചത് ഞാൻ പറയും. ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് സർവരെ മറ്റേ എല്ലാരെയും സ്നേഹിക്കുന്ന ഏറ്റവും ലവിങ് ആയിട്ടുള്ളതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവമല്ലേ? യെസ്. എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഈ ട്രാജഡി സംഭവിക്കുന്നു? പിള്ളേര് മരിക്കുന്നു, ആക്സിഡന്റ് സംഭവിക്കുന്നു, ആൾക്കാരൊക്കെ ട്രാജഡി മരിക്കില്ല. ഇപ്പൊ ദൈവം ഓൾ ലവിങ് ആണെങ്കിൽ ഇവരെല്ലാം സേവ് ചെയ്യണ്ട്. അതെ, ശരിയാ. ഇപ്പം ദൈവത്തിന് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവം എങ്ങനെ ഓൾ പവർഫുൾ ആവുന്നത്? അതെ, ദൈവത്തിന് അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിന് സൗകര്യം ഇല്ലെന്നല്ലേ സേവ് ചെയ്യാൻ? അതെ, ദൈവത്തിന് പോലും പുള്ളിയുടെ പണി പ്രോപ്പർ ചെയ്യാൻ പറ്റും. നമ്മൾ കമ്പനി വന്ന് പണിയെടുക്കണോ? ദൈവത്തിന് വരെ പറ്റുന്നില്ല അത് ചെയ്യാൻ. അതെ. അപ്പൊ ഒന്നെങ്കിൽ ദൈവം ഓൾ പവർഫുൾ അല്ല, അല്ലെങ്കിൽ ഓൾ ലവിങ് അല്ല. അതെ അല്ലേ? where there is good there is bad എന്നുള്ള ഇതുണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ട് അങ്ങനെ? ദൈവം വെള്ളം കുടി, ദൈവത്തിനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും. തോന്നിയതല്ലേ കാണിക്കുന്നത്? പിടിച്ചിടിച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്. അയ്യോ, ഉറുമ്പ് റിപ്രൊഡ്യൂസ് ചെയ്യുന്ന തൊട്ട് ദൈവത്തെ പറ്റി പിടിച്ചിരിക്കുന്നവരെ